നമസ്കാരം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിലെ 7ാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. തൊഴിൽ, വളർച്ച, പിന്നെ അനൗപചാരികവൽക്കരണം. അപ്പോൾ നാളെ പരീക്ഷയാണല്ലേ? ടെൻഷനൊന്നും വേണ്ട. അടുത്ത കുറച്ച് മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന ഭാഗങ്ങൾ എല്ലാം നമുക്ക് സെറ്റാക്കാം. റെഡിയല്ലേ? തുടങ്ങാം. ഓക്കേ, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? ചിലപ്പോൾ ഈ ചാപ്റ്റർ ഇതിനു മുൻപ് വായിച്ചിട്ടുണ്ടാവില്ല. സാരയില്ല, ഒരു കുഴപ്പമില്ല. നമ്മള് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങും. എന്നിട്ട് പരീക്ഷയ്ക്ക് എന്തൊക്കെയാണോ ഏറ്റവും പ്രധാനം അതിലേക്ക് ഫോക്കസ് ചെയ്യും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നമുക്കിത് ഈസിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായൊരു ചോദ്യത്തിന് തുടങ്ങാം. എക്കണോമിക്സിന്റെ ഭാഷയിൽ ആരാണ് ഒരു തൊഴിലാളി അഥവാ വർക്കർ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയുന്ന തൊഴിലാളിയല്ല ഇത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിന്റെ അടിത്തറ. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. തൊഴിലാളി ആരാണെന്ന് അറിയുന്നതിന് മുൻപ് എന്താണ് ഒരു സാമ്പത്തിക പ്രവർത്തനമെന്ന് മനസ്സിലാക്കണം. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തിലേക്ക്, അതായത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ GNPയിലേക്ക് സംഭാവന നൽകുന്ന ഏതൊരു പ്രവൃത്തിയെയും നമുക്ക് സാമ്പത്തിക പ്രവർത്തനമെന്ന് വിളിക്കാം. ഒരു കർഷകൻ കൃഷി ചെയ്യുന്നത്, ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നത്, ഒരു ഫാക്ടറിയിൽ ഫോൺ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് തൊഴിലാളിയിലേക്ക് വരാം. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനാണ്. ശ്രദ്ധിച്ചോളൂ. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരും തൊഴിലാളികളാണ്. അതായത് ശമ്പളത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന ആള് മാത്രമല്ല ഒരു തൊഴിലാളി. സ്വന്തമായി ഒരു കട നടത്തുന്നയാൾ, അല്ലെങ്കിൽ സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യുന്ന കർഷകൻ, ഇവരെല്ലാം എക്കണോമിക്സിന്റെ കണ്ണിൽ തൊഴിലാളികളാണ്. കാരണം അവർക്കും രാജ്യത്തിന്റെ വരുമാനത്തിൽ ഒരു പങ്കുണ്ട്. ശരി, അപ്പോൾ തൊഴിലാളി ആരാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ തൊഴിലാളികളെ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? രാജ്യത്തെ തൊഴിൽ സാഹചര്യം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട വഴികളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ അഥവാ തൊഴിലാളി ജനസംഖ്യാ അനുപാതം. പേര് കേട്ട പേടിക്കൊന്നും വേണ്ട, സംഭവം സിമ്പിളാണ്. രാജ്യത്തെ ആകെ ജനസംഖ്യയിൽ എത്ര ശതമാനം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കണക്കാണിത്. ഈ അനുപാതം എത്ര കൂടുന്നോ അത്രയും നല്ലതാണ്. കാരണം കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇന്ത്യയിലെ ഒരു കണക്ക് നോക്കാം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഓരോ 100 പേരിലും ഏകദേശം 39 പേരാണ് തൊഴിലാളികൾ. പക്ഷെ അതിനകത്തേക്ക് നോക്കുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ളൊരു വലിയ വ്യത്യാസം കാണാം. പുരുഷന്മാരിൽ 54% ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളിൽ അത് വെറും 22% താഴെയാണ്. ഈയൊരു ചിത്രം കൂടി നോക്കുമ്പോൾ ആ വ്യത്യാസം ശരിക്കും വ്യക്തമാകും. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ ഏകദേശം 70% പുരുഷന്മാരാണ്. വെറും 30% മാത്രമാണ് സ്ത്രീകൾ. എന്തുകൊണ്ടായിരിക്കും ഇത്ര വലിയൊരു ഗ്യാപ്പ് വരുന്നത്? നമുക്ക് നോക്കാം. ഇനി ജോലി ചെയ്യുന്ന ഈ സ്ത്രീകളിൽ തന്നെ ഭൂരിഭാഗവും എവിടെയാണെന്ന് നോക്കിയാലോ? ഈ ചാർട്ട് നോക്കൂ. അവരിൽ ഏകദേശം 67%, അതായത് 2/3 ഭാഗവും ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇതിനൊരു പ്രധാന കാരണമുണ്ട്. ഗ്രാമങ്ങളിലെ ഒരുപാട് സ്ത്രീകൾ സ്വന്തം കുടുംബത്തിന്റെ കൃഷിയിടങ്ങളിൽ ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുന്നവരാണ്. അതും ഒരു സാമ്പത്തിക പ്രവർത്തനമായതുകൊണ്ട് നമ്മൾ അവരെ തൊഴിലാളികളായി കണക്കാക്കുന്നു. ഇത് നോട്ട് ചെയ്തോളൂ. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. തൊഴിലിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 1. സ്വയം തൊഴിൽ ചെയ്യുന്നവർ അഥവാ സെൽഫ് എംപ്ലോയിഡ്, സ്വന്തമായി ഒരു കടയോ ബിസിനസ്സോ ഒക്കെ നടത്തുന്നവർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വിഭാഗത്തിലാണ്. 2. ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർ, അതായത് കാഷ്വൽ വേജ് ലേബറേഴ്സ്. ഒരു കെട്ടിടം പണിയുന്ന തൊഴിലാളിയെ ഓർക്കുക. ഇവർക്കൊരു തൊഴിൽ സുരക്ഷയും ഉണ്ടാവില്ല. 3ാമത്തെ വിഭാഗമാണ് സ്ഥിരം ശമ്പളക്കാർ അഥവാ റെഗുലർ സാലറീഡ് എംപ്ലോയീസ്, ഒരു കമ്പനിയിലെ എഞ്ചിനീയറെ പോലെ. ഇവർക്കാണ് ഏറ്റവും നല്ല സോഷ്യൽ സെക്യൂരിറ്റിയും കാര്യങ്ങളുമൊക്കെയുള്ളത്. ശരി, അപ്പൊ നമുക്ക് ഇന്ത്യയിലെ തൊഴിൽ മേഖലയുടെ ഒരു വലിയ ചിത്രം നോക്കിയാലോ? കാലം മാറുമ്പോൾ തൊഴിൽ രംഗത്തും മാറ്റങ്ങൾ വരും, അല്ലേ? ഇന്ത്യയുടെ കാര്യത്തിൽ 2 പ്രധാനപ്പെട്ട ട്രെൻഡുകളാണ് നമ്മൾ കാണുന്നത്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ശ്രദ്ധിക്കണേ. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. 1972 നമ്മുടെ രാജ്യത്തെ 74% കൂടുതൽ ആളുകളും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രൈമറി സെക്ടറിലായിരുന്നു. പക്ഷെ 2012 ആയപ്പോഴേക്കും അത് ഏകദേശം 49% കുറഞ്ഞു. അപ്പോൾ ഈ ആളുകളൊക്കെ എവിടേക്ക് പോയി? അവർ വ്യവസായ മേഖലയിലേക്കും സേവന മേഖലയിലേക്കും മാറി. ഒരു രാജ്യം വളരുമ്പോൾ ആളുകൾ കൃഷിയിൽ നിന്ന് മറ്റ് മേഖലകളിലേക്ക് മാറുന്നത് ഒരു സാധാരണ കാര്യമാണ്. ഇത് സാമ്പത്തിക വികസനത്തിന്റെ ഒരു സൂചനയാണ്. ഇനി നമ്മൾ കാണുന്ന ഒരു വിചിത്രമായ ട്രെൻഡാണ് തൊഴിലില്ലാ വളർച്ച അഥവാ ജോബ്ലെസ് ഗ്രോത്ത്.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയാണ്. സംഭവം ഇതാണ്: നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ, അതായത് GDP, നല്ല രീതിയിൽ വളരുന്നുണ്ട്. കൂടുതൽ സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ വളർച്ചയ്ക്കനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണിതിനെ തൊഴിലില്ലാ വളർച്ച എന്ന് പറയുന്നത്. രണ്ടാമത്തെ വലിയൊരു മാറ്റമാണ് തൊഴിൽ ശക്തിയുടെ കാഷ്വലൈസേഷൻ. നമ്മൾ നേരത്തെ പഠിച്ച 3 തരം തൊഴിലോർമ്മയില്ലേ? അതിൽ സ്ഥിരം ശമ്പളമുള്ള നല്ല ജോലിയിൽ നിന്നും സ്വയം തൊഴിലിൽ നിന്നും ആളുകൾ പതിയെ ദിവസക്കൂലി പോലുള്ള സുരക്ഷിതമല്ലാത്ത ജോലികളിലേക്ക് മാറുന്ന ഒരു പ്രവണതയുണ്ട്. ഇതിനെയാണ് കാഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് തൊഴിലാളികളെ കൂടുതൽ ദുർബലരാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇന്ത്യൻ തൊഴിൽ രംഗത്തെ ഏറ്റവും വലിയ ഒരു വിഭജനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഔപചാരിക മേഖലയും അനൗപചാരിക മേഖലയും, ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നൊരു ഭാഗമാണ്. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഫോർമൽ അഥവാ ഔപചാരിക മേഖല എന്ന് പറഞ്ഞാൽ സംഘടിത മേഖലയാണ്. അതായത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും 10ൽ കൂടുതൽ തൊഴിലാളികളുള്ള പ്രൈവറ്റ് കമ്പനികളും ഇതിൽ വരും. ഇവിടുത്തെ തൊഴിലാളികൾക്ക് പെൻഷൻ, പ്രൊവിഡന്റ് ഫണ്ട് പോലുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളുണ്ടാകും. അവർക്ക് ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കാം. എന്നാൽ ഇൻഫോർമൽ അഥവാ അനൗപചാരിക മേഖല എന്ന് പറഞ്ഞാൽ അസംഘടിത മേഖലയാണ്. കർഷകർ, ചെറിയ കടക്കാർ, നിർമ്മാണ തൊഴിലാളികളൊക്കെ ഇതിലാണ്. അവർക്ക് ഈ പറഞ്ഞ ഒരു സുരക്ഷയോ ആനുകൂല്യങ്ങളോ നിയമപരിരക്ഷയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോ ഈ അനൗപചാരിക മേഖല എത്ര വലുതാണെന്നറിയാമോ? ഈ കണക്ക് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇന്ത്യയിലെ തൊഴിലാളികളിൽ 94% ജോലി ചെയ്യുന്നത് ഈ ഇൻഫോർമൽ സെക്ടറിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. 100 പേരെ എടുത്താൽ അതിൽ 94 പേർക്കും കൃത്യമായൊരു തൊഴിൽ സുരക്ഷയുമില്ല. വെറും 6 പേർക്ക് മാത്രമാണ് സംഘടിത മേഖലയുടെ ഭാഗമാകാൻ കഴിയുന്നത്. ഈ കാണുന്ന ചിത്രമാണ് ആ 94% വരുന്ന ഇന്ത്യയുടെ മുഖം. നമ്മുടെ വഴിയോരത്തെ കച്ചവടക്കാർ, ചെറിയ വർക്ക്ഷോപ്പുകൾ, ഇവരെല്ലാമാണ് ഇൻഫോർമൽ സെക്ടർ. സത്യത്തിൽ നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന നട്ടെല്ല് ഈ മേഖലയാണ്. പക്ഷെ എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. ഈ നട്ടെല്ലാണ് ഏറ്റവും ദുർബലവും ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നതും. ശരി, ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാന ഭാഗത്തേക്ക് കടക്കാം. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായ തൊഴിലില്ലായ്മയെക്കുറിച്ച്. ഇതിൽ കുറച്ച് ടൈപ്പ് തൊഴിലില്ലായ്മയുണ്ട്. അത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. പരീക്ഷയ്ക്ക് വേണ്ടി ഈ 3 കൃത്യമായി ഓർത്തുവെക്കണം. 1. പ്രച്ഛന്ന തൊഴിലില്ലായ്മ അഥവാ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതായത് ഒരു ജോലിക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ ആളുകൾ പണിയെടുക്കുക. ഉദാഹരണത്തിന്, ഒരു ചെറിയ കൃഷിസ്ഥലത്ത് 5 പേർക്ക് ചെയ്യാനുള്ള പണി 10 പേർ ചെയ്യുന്നു. അധികമുള്ള 5 പേർക്ക് അവിടെ ശരിക്കും ജോലിയൊന്നുമില്ല. 2. സീസണൽ തൊഴിലില്ലായ്മ. പേരുപോലെ തന്നെ ചില സീസണുകളിൽ മാത്രം ജോലി ലഭിക്കുന്നത്. കൃഷിപ്പണിക്കാർക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. 3. ഓപ്പൺ തൊഴിലില്ലായ്മ. ജോലി ചെയ്യാൻ തയ്യാറായി ജോലി അന്വേഷിച്ചു നടക്കുന്ന ഒരാൾക്ക് ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥ. ഈ ആദ്യത്തെ 2 കൂടുതലായി കാണുന്നത് ഗ്രാമീണ ഇന്ത്യയിലാണ്. ഈ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ MGNREGA. ഈ പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിലുള്ള ഓരോ കുടുംബത്തിനും വർഷത്തിൽ 100 ദിവസത്തെ തൊഴിൽ ഗവൺമെന്റ് ഉറപ്പു നൽകുന്നു. അപ്പോ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വളർച്ച കൂടുതൽ സുരക്ഷിതമായ ജോലികൾ ഉണ്ടാക്കുവോ, അതോ കൂടുതൽ ആളുകളെ യാതൊരു സുരക്ഷയുമില്ലാത്ത അനൗപചാരിക മേഖലയിലേക്ക് തള്ളിവിടുവോ? ഇതാണ് ഇന്ത്യയുടെ ഭാവിയിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഈ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.